കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഫണ്ടുകൾ പോലും പൂർണ്ണമായി വിനിയോഗിക്കാതെ ഒരു നഗരത്തിൽ അത് ഭാവി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ഒരു വിഷൻ ഇല്ലാതെ പോയിട്ടുള്ള അഭിപ്രായമുണ്ട്. പിന്നെ ബി ജെ പിയുടെ കാര്യം പറയുമ്പോൾ പ്രത്യേകിച്ച് തൃശ്ശൂർ അടക്കം എനിക്ക് പറയാനുള്ള കാര്യം, ബി ജെ പിക്ക് 2 മുനിസിപ്പാലിറ്റികളിലാണ് ഭരിക്കാനുള്ള അവസരം ജനാധിപത്യപരമായി ജനങ്ങൾ നൽകിയത്. ഒന്ന് പാലക്കാട് മുനിസിപ്പാലിറ്റി, ഒന്ന് പന്തളം മുനിസിപ്പാലിറ്റി. കേരളത്തിലെ ഏറ്റവും മോശപ്പെട്ട ത്രിതല പഞ്ചായത്ത് ഭരണം നടക്കുന്ന 2 പ്രദേശങ്ങളാണിത്. നിങ്ങൾ പന്തളം മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിക്കകത്തുള്ള ഇൻഫൈറ്റിംഗ്, പാലക്കാട് മുനിസിപ്പാലിറ്റി നമ്മളൊക്കെ അവിടെ ഇലക്ഷൻ പോയപ്പോൾ കണ്ടതാണ്. അവിടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ പോലും സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. അത്ഭുതപ്പെട്ടു പോയി. എന്നുവെച്ചാൽ തിരുവനന്തപുരത്ത് നിന്ന് ബി ജെ പിക്കാർ പോലും പാലക്കാട് പോയപ്പം ഇവിടെ മെയിൻ നഗരത്തിൽ ഒരു 7 മണിക്ക് ശേഷം ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം ജനങ്ങൾ വോട്ട് നൽകി ബി ജെ പിക്ക് ത്രിതല പഞ്ചായത്തിൽ അവസരം നൽകിയ 2 പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റികൾ പാലക്കാട് മുനിസിപ്പാലിറ്റിയും അതോടൊപ്പം പന്തളം മുനിസിപ്പാലിറ്റിയിലെ ഭരണം പരാജയമാണ്. അതുകൊണ്ട് ബി ജെ പി എന്നുള്ള പരീക്ഷണം ഈ ജനാധിപത്യ പ്രക്രിയയിൽ അവർ കേരളത്തിൽ ഇഫക്റ്റീവ് അല്ലാന്ന് അവരുടെ പൈലറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ കോൺഗ്രസ് ആണ്, യു ഡി എഫ് ആണ് ഒരു വയബിൾ ഓൾട്ടർനേറ്റീവ്. നമ്മൾ വികസനവും ഭാവിയിലത്തെ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് തന്നെ നമ്മൾ വിജയിക്കും. ശബരിനാഥ് പരീക്ഷണം മറ്റ് പല സ്ഥലങ്ങളിൽ കണ്ടില്ല. ഇല്ല, നടക്കുന്ന പലയിടത്തും ഞാൻ പറഞ്ഞല്ലോ. ശബരിനാഥ് പരീക്ഷണം എന്ന് പറഞ്ഞത് മുൻ എം എൽ എമാർ മത്സരിക്കുക എന്നുള്ള പരീക്ഷണം മറ്റ് പല സ്ഥലങ്ങളിൽ നടത്താവുന്നതായിരുന്നു. അല്ല, ഞാനെന്നൊരു വ്യക്തിയല്ല പ്രശ്നം. ഇപ്പം ഞാനിപ്പോൾ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി പാർലമെന്റേറിയനായിരുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഞാൻ പാർട്ടിയിലും പൊസിഷനുള്ള ഒരാളാണ്. അപ്പോൾ എന്നെ ഒരു മാധ്യമമായി ഉപയോഗിച്ചുകൊണ്ട് അപ്പം ഞാൻ വരുമ്പം നിങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അതിലൂടെ പാർട്ടിയുടെ നയങ്ങളും തിരുവനന്തപുരത്തെ കാര്യങ്ങൾ പറയാൻ കഴിയുന്നുണ്ട്. അപ്പം അതുപോലെ പലയിടത്തും പലതരത്തിലുള്ള മിടുക്കരായിട്ടുള്ള ആളുകൾ, ഒരു വ്യക്തി മാത്രമല്ല, അല്ലെങ്കിൽ ഒരു എം എൽ എയോ മുൻ എം എൽ എയോ ഒരു കെ പി സി ജനറൽ സെക്രട്ടറി മാത്രമല്ല പാർട്ടി, താഴെ തട്ടിലുള്ള പ്രവർത്തകർ മുതൽ നേതാക്കൾ വരെ അതിൻ്റെ ഒരു നല്ലൊരു മിക്സ്. ആ മിക്സാണ് ഞാൻ പറയുന്നത്. തിരുവനന്തപുരത്ത് ഇപ്പം ഞാൻ മാത്രമല്ല, ഒരു മിക്സ് നല്ലതാണ്. അത്ര നല്ല മിക്സുള്ള നഗരങ്ങളുടെയും ഗ്രാമങ്ങളുടെയും പരിച്ഛേദമായിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് പ്രഖ്യാപനമായിട്ട് യു ഡി എഫ് വരും ദിവസങ്ങളിൽ വരും. ഈ ബി ജെ പി വളരെ ശക്തമായി തിരുവനന്തപുരം തൃശ്ശൂരും അതിശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഏത് രീതിയിൽ പ്രതിരോധിക്കുന്നത്? ഇല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, ബി ജെ പി ഭരിച്ച 2 സ്ഥലങ്ങൾ ഞാൻ വീണ്ടും പറയുന്നു. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കൊടുത്ത പല അവസരങ്ങളും കഴിഞ്ഞ തവണ പ്രത്യേക സാഹചര്യത്തിൽ ലഭിച്ച പന്തളം മുനിസിപ്പാലിറ്റിയുടെ ഭരണം പരാജയമാണെന്ന് ബി ജെ പിയിലെ ആളുകൾ തന്നെ പറയുകയാണ്. പഞ്ചവടിപ്പാലം മോഡലിലായിരുന്നു പന്തളം മുനിസിപ്പാലിറ്റിയിലെ പല കാര്യങ്ങളും നടന്നത്. അതുകൊണ്ട് ആ പരീക്ഷണം തൃശ്ശൂരിലെ മുരളി മന്ദിരത്തിൽ സന്ദർശിക്കാൻ എത്തിയതായിരുന്നു കെ ശബരിനാഥൻ. കെ മുരളീധരനെ കാണാനായിരിക്കാം അദ്ദേഹം അവിടെ എത്തിയിട്ടുള്ളത്. അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.